ഇന്ന് നമുക്ക് കുഴക്കവും പരത്തൊന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ മോമോസ് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ പീസ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 1/4 കപ്പ് കാബേജ് കട്ട് ചെയ്തെടുത്തത്, 1/4 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, കൂടെ 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് നമുക്ക് കയ്യിൽ ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു പാകത്തിന് വേണം നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കാൻ. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. എല്ലാതും ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മൈദ കൂടുതലെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കിയെടുത്ത ഓരോ ബോൾസും ആദ്യം മൈദയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മൈദയിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ മൈദയിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് വീണ്ടും മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. വെള്ളത്തിൽ നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കരുത്. പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം മൈദയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് തന്നെ നമുക്ക് 3-4 പ്രാവശ്യം ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇഡ്ഡലിയുടെ തട്ടിലേക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ബോൾസും ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ഇത് നമ്മൾ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ കുഴക്കവും പരത്തൊന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ മോമോസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.